കണ്ണിനടിയിലുള്ള കറുപ്പൊക്കെ മാറാൻ വേണ്ടി നമുക്ക് വളരെ എളുപ്പത്തിൽ വീട്ടിൽ ഇതുപോലൊരു ജെല്ല് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഒരു സ്റ്റീലിൻ്റെ പാത്രത്തിലേക്ക് നമ്മൾ ആദ്യം എടുക്കേണ്ടത് ഫ്ലാക്സ് സീഡാണ് കേട്ടോ. യാതൊരു പ്രിസർവേറ്റീവും ചേർക്കാതെ തന്നെ നമുക്ക് ഇത് എളുപ്പത്തിൽ ഈ കണ്ണിനടിയിലുള്ള കറുപ്പ് മാറ്റിയെടുക്കാം. ഞാൻ ഏതാണ്ടൊരു 1.5 സ്പൂണോളം എടുക്കുന്നുണ്ട്. 2 സ്പൂൺ വരെ ആവാം കേട്ടോ. ഇത് നമുക്ക് ഇനി ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. നമ്മളിത് മുടിയിലൊക്കെ തേക്കാൻ വളരെ നല്ലതാണ് കേട്ടോ. ഭക്ഷണത്തിലും ഇത് ഉൾപ്പെടുത്താറുണ്ട് ഫ്ലാക്സ് സീഡ്സ്. അപ്പോൾ ഇത് വളരെ നല്ലതാണ്. ഈ ഒരു രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു 3 ദിവസം അടുപ്പിച്ച് ഉപയോഗിച്ചാൽ തന്നെ നമുക്ക് നല്ല റിസൾട്ടാണ് കിട്ടുക. ഇതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഇനി ഇതിനെ നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. ഇത് നല്ലോണം ഒന്ന് തിളച്ച് വരുമ്പോൾ തന്നെ ഒരു ചെറുതായിട്ട് ഇങ്ങനെ ഒരു ജെൽ ഫോമിലായി വരും കേട്ടോ. ഇതുപോലെയുള്ള വീഡിയോസൊക്കെ ഞാൻ മുന്നേയും ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മളോട് ഇങ്ങനെ ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു കേട്ടോ, കമൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു കണ്ണിനടിയിലുള്ള കറുപ്പ് മാറ്റാൻ വീട്ടിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ജെല്ലോ ക്രീമോ ഒന്ന് ഇടാവോ എന്ന്. അപ്പോൾ അത് എപ്പോഴും നമുക്കത് പറഞ്ഞ ഉടനെ ഇടാൻ പറ്റിയില്ലായിരുന്നു. അപ്പോൾ ഈ ഒരു രീതിയിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് പതിഞ്ഞ് വന്നിട്ടുണ്ട്. ചെറുതായിട്ടൊരു കട്ടിയൊക്കെ ഇപ്പോൾ ഉണ്ട് കേട്ടോ. ഈ വെള്ളം കുറച്ചൊന്ന് കുറഞ്ഞ് വരികയും വേണം. നമുക്ക് ഇത്രയും വെള്ളം വേണ്ട, അരക്കപ്പോളം വെള്ളമൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഇപ്പം നന്നായിട്ട് ഇങ്ങനെ കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇതിനെ പെട്ടെന്ന് തന്നെ ചൂട് മാറുന്നതിൻ്റെ മുന്നേ തന്നെ അരിച്ചൊഴിക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ബൗളിൻ്റെ മേലെ ജ്യൂസൊക്കെ അരിക്കുന്ന അരിപ്പയാണ് കേട്ടോ. സാധാരണ ചായ അരിക്കുന്ന അരിപ്പയാണെങ്കിലും കുഴപ്പമില്ല. ചൂടിൽ തന്നെ ഈ ഒരു രീതിയിൽ നമുക്കിതിനെ അരിച്ചെടുക്കണം. അപ്പോൾ ഇത് ചൂടാറും തോറും നല്ല ഇങ്ങനെ കട്ടിയായിട്ട് വരും കേട്ടോ. അതുകൊണ്ടാണ്. അപ്പോൾ ഈ ഒരു നെറ്റിൽ നിന്ന് ഇത് വരില്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ബാക്കി വന്ന ഈ ഒരു സീഡ് ഉണ്ടല്ലോ, ഫ്ലാക്സ് സീഡ്, അതിപ്പോഴും നല്ല ജെൽ ഫോമിലാണ് ഇരിക്കുക. ചെറിയ ചൂടുള്ള കുറച്ച് വെള്ളം ഇതിൽ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 10-20 മിനിറ്റ് നേരം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഉണ്ടാക്കുന്ന അന്നാണ് കേട്ടോ ഞാൻ പറയുന്നത്. പിറ്റേ ദിവസത്തേക്ക് തല കഴുകാനുള്ള നല്ല അടിപൊളി ജെല്ല് ഉണ്ടാക്കിയെടുക്കുക. ഇത് ഇനി തിളപ്പിക്കൊന്നും വേണ്ട, അടച്ചു വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ അവിടുന്ന് ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞ് ഇതുപോലെ തന്നെ വാർത്തെടുത്താൽ മതിയാവും. അപ്പോൾ ഇത് നമ്മൾ എന്നതിന് ശേഷം മാത്രം അത് കളഞ്ഞാൽ മതി. അപ്പോൾ അതാ കുറച്ച് ചൂടാറി വന്നിട്ടുണ്ട് കേട്ടോ. കുറച്ചും കൂടി ജെൽ ഫോമിലായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് അലോവേര ജെല്ലാണ്. അലോവേര ജെല്ല് ഈ ഒരു തണ്ട് കൊണ്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇതെല്ലാം നമ്മുടെ വീട്ടിൽ എപ്പോഴും കാണുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലൊരു സ്ക്രാപ്പർ വെച്ച് ഇങ്ങനെ ചീകി കൊടുത്താൽ മതി. ഇതിൻ്റെ മേലത്തെ തൊലി കളഞ്ഞിട്ട് ഞാനിത് ചെയ്യുന്നതൊക്കെ പല വീഡിയോസിലും ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മുന്നത്തെ വീഡിയോ കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കണേ. ഓൾമോസ്റ്റ് എല്ലാ വീഡിയോസും ഇതുപോലെ വീട്ടിലുണ്ടാക്കുന്ന സമയത്തൊക്കെ ഇടാറുണ്ട് ഞാൻ. അപ്പോൾ അതാ ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഉരച്ച് കൊടുക്കുമ്പോൾ ഇതിൻ്റെ ജെല്ല് മാത്രം താഴേക്ക് വരും. അപ്പോൾ അലോവേര ജെല്ല് ഉണ്ടാക്കാം. അലോവേരയുടെ തണ്ട് ഒടിച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് ഒന്ന് വെക്കണം കേട്ടോ. അതിനൊരു കറയുണ്ട്, അത് പോയി കിട്ടാനാണ്. അപ്പോൾ അതാ ഇത്രയും ജെല്ല് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ചെറിയ ചൂടിൽ തന്നെ ഇതിനെ ഇങ്ങനെ ജെല്ലാക്കി എടുക്കണം. കാരണം ചിലവർക്ക് ഇത് അലർജിയാണ്, മുഖത്തിടുമ്പോഴൊക്കെ ഇങ്ങനെ ചൊറിച്ചിൽ വരുമെന്ന് പറയാറുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ ഫ്ലാക്സ് സീഡിൻ്റെ ഈ ജെല്ലുണ്ടല്ലോ, അതിൻ്റെ ചൂട് ആറുന്നതിന് മുന്നേ തന്നെ ഇത് ഈ ചെറിയ ചൂടുള്ള ജെല്ലിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ, അലോവേര ജെല്ലിന്. അപ്പോൾ അതാ കണ്ടോ, ഇപ്പോൾ ഒരു ജെൽ ഫോമിൽ ശരിക്കും വന്നിട്ടുണ്ട്. നമ്മളിതിൽ യാതൊരു പ്രിസർവേറ്റീവും ചേർക്കുന്നില്ല കേട്ടോ. ഇനി നമുക്കിതിൽ സ്പെഷ്യലായിട്ട് വേണ്ടത് ഇത് മാറ്റി വയ്ക്കാം. ഇത് നമ്മൾ കുക്കുംബറാണ് കേട്ടോ. ഇത് കക്കരിക്ക, ഇതിൻ്റെ ഒരു ഭാഗം, ഇത് നമ്മൾ രാത്രിയൊക്കെ എന്നും കഴിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് മാത്രം എടുത്തിട്ടുണ്ട്. വളരെ ചെറിയ കഷ്ണം മതി. ഇതിൽ വെള്ളത്തിൻ്റെ അംശം കുറച്ച് കൂടുതലായതുകൊണ്ട് തന്നെ കുറച്ച് മാത്രം മതിയാവും. അതും ഇതുപോലെ തന്നെ സ്ക്രാപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇതൊന്ന് മിക്സിയിലിട്ട് അടിക്കൊന്നും വേണ്ട, പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതും കൂടെ ഈ ഒരു രീതിയിൽ എടുത്തിട്ടുണ്ട്. ഇത്രയാണ് എടുത്തിട്ടുള്ളൂ, പക്ഷെ നല്ല വെള്ളമാണ് കേട്ടോ ഇതിൽ. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്കിതിലിട്ട് കൊടുക്കാം. ഈ അരിപ്പയിലിട്ട് തന്നെ അരിച്ചെടുക്കാം. ഇതിൻ്റെ ജ്യൂസ് നമുക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ജെല്ല്, ഈ ജ്യൂസ് ഉണ്ടല്ലോ, കുക്കുംബറിൻ്റെ ജ്യൂസൊക്കെ ഇതിലേക്ക് വീഴും. ജെൽ ഫോമിലായിട്ടിരിക്കുന്ന ഈ ഒരു കൂട്ടിലേക്ക് വീഴും. അപ്പോൾ ഇങ്ങനെ ചെയ്തെടുത്താൽ മതി. ഇത് നമുക്ക് ഒരു 2 ആഴ്ച വരെയൊക്കെ
ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ കുറച്ചും കൂടെ പണിയുണ്ട്. അപ്പോൾ ഇത്രയും നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ ഗ്രീൻ കളർ എന്ന് പറയുന്നത് നമ്മളിങ്ങനെ ഉരച്ചെടുത്തപ്പോൾ കുക്കുംബറിൻ്റെ ആ സ്കിന്നൊന്നും കളയാതെയാണ് ഉരച്ചെടുത്തിട്ടുള്ളത്, അതിൻ്റെയാണ് കേട്ടോ. അപ്പം ശരിക്കും നമ്മൾ അലോവേര ജെല്ലൊക്കെ ഉണ്ടാക്കുന്നില്ലേ, നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പോലത്തെ അങ്ങനെ ഒരു ജെൽ ഫോമിലാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇനി ഇത് മൂന്നും കൂടെ നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ച് വയ്ക്കാം. നല്ല തിക്കായിട്ടിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അലോവേര ജെല്ല് നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നത് 1 സ്പൂൺ ഇട്ട് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ എനിക്കിപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാൻ സാധാരണ ഉണ്ടാക്കി വയ്ക്കാറ്. എനിക്കൊക്കെ ഉറക്കമൊക്കെ കുറച്ച് കുറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കണ്ണിൻ്റെ ചുറ്റും നന്നായിട്ട് കറുത്ത കളറ് വരും കേട്ടോ. അത് മാറ്റാൻ വേണ്ടി സ്ട്രെസ്സ് കൂടുമ്പോൾ, അതുപോലെ തന്നെ കൂടുതൽ സമയം ഫോണിലൊക്കെ നോക്കിയിരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ മനസ്സിലാവും. അപ്പോൾ ഇത് വല്ലാതെ ഇങ്ങനെ പതഞ്ഞ് വരാത്ത രീതിയിൽ ഇതിനെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലൊരു പാത്രത്തിലേക്ക് മാറ്റണം. ഞാൻ ഇങ്ങനെയാണ് ചെയ്തെടുക്കാറ്. ഇത് നമുക്ക് പുറത്ത് വയ്ക്കാൻ പറ്റില്ല കേട്ടോ. ഇത് ചെറിയൊരു തണുപ്പിൽ നമ്മുടെ കണ്ണിന് ചുറ്റും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതാണ് ബെസ്റ്റ് റിസൾട്ടിന് കേട്ടോ നല്ലത്. അപ്പോൾ അതാ ഈ ഒരു രീതിയിൽ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കിയെടുത്തത് ഈ ഒരു ബൗളിലേക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ബാക്കിയൊന്നും വന്നിട്ടില്ല. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുന്ന നമ്മുടെ അലോവേര ജെല്ല് പോലെ തന്നെയാണ് ഇരിക്കുക കേട്ടോ. ഇതൊന്ന് ഒരു 10 മിനിറ്റ് നേരം വെക്കുമ്പോഴേക്കും നന്നായിട്ട് തണുത്ത് വരും. ശരിക്കും തണുത്ത കുക്കുംബറൊക്കെ കണ്ണിന് ചുറ്റും വെക്കുമ്പോൾ കണ്ണിൻ്റെ ആ ഒരു ചുറ്റുമുള്ള പാടൊക്കെ നന്നായി കുറഞ്ഞു വരാറുണ്ട്. അതിനെക്കാട്ടിലും എളുപ്പത്തിൽ 2 ആഴ്ചയിലോ ആഴ്ചയിലൊരിക്കലോ ഇതുപോലെ ഒരു ജെല്ല് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ എപ്പോൾ വേണേലും നമ്മൾക്കിത് തേക്കാം. ഞാനിത് കൂടുതലും തേക്കാറ് കാലത്ത് എണീറ്റ് എൻ്റെ വീട്ടു ജോലികളൊക്കെ കാലത്ത് തിരക്കിട്ട് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഞാൻ ആദ്യം മുഖമൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് കണ്ണിൻ്റെ ചുറ്റും തേച്ച് കൊടുക്കുകയാണ് ചെയ്യാറ്. അതുപോലെ തന്നെ ഉറങ്ങാതൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 4 മണി 5 മണിയൊക്കെ നേരത്തും ഇതുപോലെ ചെയ്തെടുക്കാറുണ്ട്. ഇങ്ങനെ ആക്കി വെച്ചതിന് ശേഷം ഇത് ഞാൻ 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം എടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഇതിപ്പോൾ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇത് മോളും ഇടാറുണ്ട് കേട്ടോ. അവൾ കോളേജിലൊക്കെ പോകുമ്പോൾ പോയി തിരിച്ചൊക്കെ വരും ഭയങ്കര സ്ട്രെയിനാണ്. പിന്നെ വെയിലടിച്ചിട്ടൊക്കെ സ്വതവേ കണ്ണിന് ചുറ്റും കറുത്ത പാടാണ് കണ്ണടയൊക്കെ വെക്കുന്നതുകൊണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കിയാൽ അറിയാം നല്ല റിസൾട്ടാണ് കേട്ടോ. ഒരു 3 ദിവസം അടുപ്പിച്ച് ചെയ്ത് നോക്കിയാൽ അറിയാം. നല്ല തണുത്തിരിക്കണം. ഇതിപ്പോൾ ഉണ്ടാക്കി 1 മണിക്കൂറിന് ശേഷം ഞാനിത് കണ്ണിലിടുന്നത് കേട്ടോ. എനിക്ക് മിക്കവാറും വരാറുണ്ട്. പിന്നെ ഞാനിത് മിക്കവാറും ദിവസം ഇത് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട്. ഒരുപാട് സ്ട്രെയിൻ എടുക്കുമ്പോഴൊക്കെ നമുക്കത് വന്നു പോകും. സ്വതവേ എല്ലാവർക്കും വരാറുള്ള ഒരു സംഭവമാണ് കണ്ണിന് ചുറ്റുമുള്ള ഈ ഒരു കറുത്ത കളറ്. അപ്പോൾ അതിനാണ് ഇതിങ്ങനെ നന്നായിട്ട് തണുപ്പിച്ചെടുത്തതിന് ശേഷം നല്ല ഇങ്ങനെ സോഫ്റ്റായിട്ട് വേണം നമ്മളെ കണ്ണിന് ചുറ്റുമുള്ള സ്കിന്നൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സോഫ്റ്റാണ്. അതുകൊണ്ട് തന്നെ ബലം പിടിച്ചിട്ട് ബ്രഷ് എടുത്തിട്ട് ഒന്നും തേച്ച് കൊടുക്കണ്ട. നമ്മുടെ ഈ ഒരു വിരൽ വെച്ചിട്ട് വിരലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുത്താൽ മതി. കണ്ണിൻ്റെ ചുറ്റും കരിമങ്ങലിയൊക്കെ ഉള്ളവരാണെങ്കിൽ ഈ കണ്ണിൻ്റെ ഈ സൈഡിലും തേച്ച് കൊടുക്കാം കേട്ടോ. ഈ ഒരു ഭാഗത്ത് നമ്മുടെ കണ്ണിൻ്റെ ചെവിയുടെ ഇടയിലുള്ള ഭാഗത്താണ് കൂടുതലും കരിമങ്ങലിയൊക്കെ ഉണ്ടാവാറ്. അപ്പോൾ ഞാൻ കുറച്ചും കൂടി നീളത്തിൽ ഇതുപോലെ തേച്ച് കൊടുക്കാറുണ്ട്. ഇങ്ങനെ ഇത് വെച്ചിട്ട് ഇങ്ങനെ ഒരു മിനിറ്റ് ഒന്ന് മസാജ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേകതയാണ് കേട്ടോ. നമുക്ക് ഒരു പ്രത്യേക ഫീലാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. പലരും ആവശ്യപ്പെട്ട വീഡിയോ ആണ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇത് ഡെയിലി നമ്മളെ മുഖത്ത് ഈ പറയുന്ന പോലെ കണ്ണിൻ്റെ ചുറ്റും അപ്ലൈ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. നല്ല റിസൾട്ടാണ് കേട്ടോ. പറ്റാവുന്ന എല്ലാവരും ഈ 3 സാധനങ്ങളും കൊണ്ട് ഇതുപോലെ ഉണ്ടാക്കി ഉപയോഗിച്ച് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണേ റിസൾട്ട് എങ്ങനെയുണ്ടെന്നുള്ളത്. എനിക്ക് പക്ഷേ നല്ല റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. ഇതൊരു 10-15 മിനിറ്റ് ഇതുപോലെ തന്നെ കണ്ണിൽ വെക്കണേ. എന്നിട്ട് കഴുകിക്കളയണം.